കണ്ണൂരിലെ എയർ കണ്ടീഷൻ ബസ് വെയിറ്റിംഗ് ഷെൽട്ടറിന്റെ ഗ്ലാസ് തകർന്നു. റോഡിനോട് ചേർന്ന ഭാഗത്തെ കൂറ്റൻ ഗ്ലാസാണ് തകർന്നത്. റോഡിൽ നിന്ന് കരിങ്കൽ ചീള് തെറിച്ചാണ് ഗ്ലാസ് തകർന്നതെന്നാണ് പോലീസ് നിഗമനം. കണ്ണൂർ KSRTC ബസ് സ്റ്റാൻഡിന് സമീപം കഴിഞ്ഞ ദിവസമാണ് എയർ കണ്ടീഷൻ ചെയ്ത ബസ് വെയിറ്റിംഗ് ഷെൽട്ടർ യാത്രക്കാർക്കായി തുറന്നുകൊടുത്തത്. കൂൾവെൽ എന്ന സ്ഥാപനം 45 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് അത്യാധുനിക വെയിറ്റിംഗ് ഷെൽട്ടർ ഒരുക്കി കോർപ്പറേഷന് കൈമാറിയത്. മേയർ മുസ്ലിം മഠത്തിലാണ് വെള്ളിയാഴ്ച ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. 2 ദിവസം കൊണ്ട് ഷെൽട്ടറിന്റെ കൂറ്റൻ ഗ്ലാസ് തകർന്നു. 2 പാളികളായാണ് ഷെൽട്ടറിന് ഗ്ലാസ് സ്ഥാപിച്ചിരുന്നത്. ഇതിൽ പുറത്തെ പാളിയാണ് തകർന്നത്. റോഡിൽ ഇളകിക്കിടന്ന കല്ല് വാഹനം പോകുമ്പോൾ തെറിച്ച് ഗ്ലാസ് തകർന്നു എന്ന നിഗമനത്തിലാണ് പോലീസ് ഉള്ളതെന്ന് കൂൾവെൽ പാർട്ട്ണർ PV അനൂപ് പറഞ്ഞു. അത് ഗ്ലാസ് തകർന്നതിനെ കുറിച്ചിട്ട് ഞങ്ങൾ കൺട്രോൾ റൂമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ കൺട്രോൾ റൂമിൽ അവർ അതായത് CCTV ഫുട്ടേജ് ചെക്ക് ചെയ്തു. അപ്പോൾ അവരൊരു അനുമാനത്തിൽ എത്തിയിരിക്കുന്നത് ഈ റോഡിൽ കുറേ കല്ലുകൾ ഇളകിക്കിടപ്പുണ്ട്. അപ്പോൾ ഞങ്ങളന്നൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നെയും ബസ് ഓടി വരുന്ന സമയത്തൊക്കെ കല്ല് വന്നിട്ട് താഴത്തെ ഒരു സ്പോട്ടിലേക്ക് കൊണ്ടതാണ്. അപ്പോൾ അങ്ങനെയാണ് ഇപ്പം അനുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓൾറെഡി കോർപ്പറേഷനായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ കല്ല് കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുന്നുണ്ട്. പിന്നെ രണ്ടാമത് ഞങ്ങൾ ഇതിൻ്റെ ഫ്രണ്ടിലൊരു ബാരിക്കേഡ് വെക്കുന്നുണ്ട്. പിന്നെ പോലീസിൻ്റെ ഒരു നമുക്കൊരു അഡ്വൈസ് തന്നിരിക്കുന്നത് ഈ നമ്മുടെ ഷെൽട്ടർ ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന തരത്തിലൊരു ക്യാമറ വെക്കാൻ വേണ്ടിയിട്ട് അത് ഞങ്ങൾ ഓൾറെഡി പ്ലാൻ ചെയ്തു. വിത്തിൻ 2 ഡേയ്സിനകത്ത് അത് കംപ്ലീറ്റ് ആവും. വെയിറ്റിംഗ് ഷെൽട്ടർ പൂർണ്ണമായും കാണാൻ കഴിയുന്ന തരത്തിലുള്ള പുതിയ CCTVയും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. യാത്രക്കാർ ഏറെ താൽപ്പര്യത്തോടെയാണ് AC ബസ് വെയിറ്റിംഗ് ഷെൽട്ടറിനെ കണ്ടത്. ഗ്ലാസ് തകർന്നു എന്ന് കേട്ടപ്പോൾ നിരവധി പേരാണ് ഇവിടെ എത്തിയതെന്നും കൂൾവെൽ MD T ഹംസ പറഞ്ഞു. AC ഷെൽട്ടർ ഉദ്ഘാടനം ചെയ്തതിനെക്കാട്ടിയും അതിൻ്റെ സാധാരണ അറിയിച്ചുകൊണ്ടുള്ള ഫോണും ഇവിടെ വന്ന് നോക്കുന്നത്, ഇവിടെ വന്ന് സംസാരിക്കുന്നത് കണ്ടത് ജനങ്ങളുടെ ഇതിലൊരു വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ ഇത് ആരും ചെയ്തില്ല എന്നുള്ളതാണ് പോലീസ് നിഗമനത്തിൽ എത്തിയിട്ടുള്ളത്. ഏതായാലും ജനങ്ങളിത് എല്ലായിടത്തും വളരെ സന്തോഷം ഏർപ്പെടുത്തി. ഇപ്പം തന്നെ നിങ്ങൾക്ക് ഈ തിരക്ക് കാണാം, ആളൊഴിയാത്ത രംഗമാണ്. അത്രയും ആബാലവൃതം ജനങ്ങളും ഇത് ഉണ്ടാക്കിയ കമ്പനിയെയും കൂൾവെലിനെയും മറ്റൊക്കെ അഭിനന്ദിച്ചിട്ടാണ് ഇവിടുന്ന് ഇറങ്ങുന്നത്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് വാഹനം പോകുമ്പോൾ കല്ല് തെറിച്ചാണ് ഗ്ലാസ് തകർന്നതെന്ന നിഗമനത്തിൽ പോലീസ് എത്തിയത്. AC വെയിറ്റിംഗ് ഷെൽട്ടർ യാഥാർത്ഥ്യമായതിൽ യാത്രക്കാരും ഹാപ്പിയാണ്. നല്ല അത്യാവശ്യ സൗകര്യമുണ്ട്. ഒന്നാമത് ഭയങ്കര ചൂടാണ്. രണ്ടാമത് ഇത്ര നല്ല ഷെൽട്ടറും ഇരിക്കാനുള്ള സ്ഥലം AC സന്തോഷം. ചെയ്തത് വളരെ നല്ലതാണ്. പക്ഷേ ഈ സൗകര്യം പോരാ. ഇത്രയും വലിയ ബസ് സ്റ്റോപ്പിൽ ഒരു 12 പേർക്ക് ഇരിക്കുന്ന സിറ്റിംഗ് മതിയാ. ഇവിടുത്തെ ഇത് പര്യാപ്തമല്ല. ഇതിനെക്കൂടെ കുറച്ച് വലുത് ആവശ്യമാണ്. നമ്മുടെ നാട്ടിന് നല്ലൊരു തന്നെയാണ്. ഈ ചൂടിനൊരു നല്ലൊരു ആശ്വാസം തന്നെ. എല്ലാ സമയത്തും വെയിറ്റിംഗ് ഷെൽട്ടറിൽ യാത്രക്കാരുണ്ട്. രാവിലെ 8 മണി മുതൽ രാത്രി 10 മണി വരെയാണ് വെയിറ്റിംഗ് ഷെൽട്ടർ തുറന്ന് പ്രവർത്തിക്കുക. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.